ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മൾ റീസെന്റ് തീർത്തൊരു മസ്ജിദാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇതിന്റെ വിശേഷങ്ങളും ഡീറ്റെയിലും നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്കൊന്ന് മസ്ജിദ് കണ്ടുവന്നാലോ? വരും. ഈ ഒരു പള്ളി പുന്നിയൊരു കെട്ടുങ്ങൽ എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയാണ്. ഇത് ഏകദേശം ഒരു 10 സെന്റിലാണ് ഈ പള്ളി വെക്കുന്നത്. ഓൾറെഡി ഈ പള്ളി ഒരു കുടുസായ ഒരു ചെറിയ പള്ളിയായിരുന്നു. ഇതിനെ ഈ ഹൈവേ വന്നതിന്റെ ഫലമായിട്ട് ഈ പള്ളി റിനോവേറ്റ് ചെയ്യണം, ഇവർക്ക് അപ്പുറത്ത് പോയി നിസ്കരിക്കാനുള്ളതുകൊണ്ടൊക്കെ നമ്മളൊന്നും കൂടി വലുതാക്കാനുള്ള ഇതിലാണ് നമ്മൾ രണ്ടാമത് ഇത് റീഡിസൈൻ ചെയ്തിട്ട് പൊളിച്ച് പണിയാന്നുള്ള രീതിയിൽ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് വഖഫ് ചെയ്തൊരു പള്ളി ആയതുകൊണ്ട് നമുക്ക് ഡിസൈനിലും പള്ളിയുടെ പ്ലേസിങ്ങിലും കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ വഖഫ് ചെയ്ത എക്സിസ്റ്റിംഗ് പള്ളിയുടെ അനുസരിച്ച് തന്നെ ഈ പള്ളി നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനനുസരിച്ച് വരുമ്പോൾ നമുക്ക് കുറെ കണ്ടംപററി ഒരു മോഡേൺ എലമെന്റ്സ് പള്ളിയിൽ അധികം ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു സിമ്പിൾ എലിവേഷൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ഈ പള്ളി കൊണ്ടുപോയിട്ടുള്ളത്. അതായത് വഖഫ് ചെയ്ത ഏരിയനെ ഇതിന്റെ ഉള്ളിൽ അച്ചീവ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്കും ബാക്കിലോട്ടുമായിട്ടുള്ള ചെറിയൊരു എക്സ്പാൻഷൻ കൊടുത്തിട്ട് ഒരു 2 നില 2 ഫ്ലോർ ആയിട്ടുള്ള ഒരു മസ്ജിദാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറൗണ്ട് ഇവിടെ ഒരു 200-250 ആൾക്കാരെ മാക്സിമം ഉൾപ്പെടുത്താനുള്ള രീതിയിലാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ള പള്ളി. അപ്പൊ അതിനനുസരിച്ച് അബലൂഷനും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് നബിദിനം അങ്ങനത്തെ ഒക്കെ പരിപാടികളും അച്ചീവ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മളെ മുറ്റൊക്കെ വേണം അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ എലിവേഷനിൽ എന്തെങ്കിലും നമുക്ക് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ഒരു എൻഹാൻസ് ചെയ്തിട്ട് ഒരു 3 മിനാരവും 2 ഡോമും ഒക്കെ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മസ്ജിദ് ഇൻഷാല്ലാ ഭാവിയിൽ ഒരു ജുമാ കൂടി ഉൾപ്പെടുത്തണം എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം വളരെ ഭംഗിയായിട്ടുണ്ട്. ഇൻഷാല്ലാ നോമ്പിന്റെ മുമ്പ് തന്നെ ഇതിലേക്ക് ഇരിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ആയതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ലാ, വളരെ